ഡൽഹിയിൽ മരം കോച്ചുന്ന തണുപ്പാണ്. പക്ഷെ 4 നാളുകൾക്കപ്പുറമെത്തുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പോരാട്ടച്ചൂടിലേക്ക് ഡൽഹി പൂർണ്ണമായും മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. പോളിംഗ് ബൂത്തുകൾ സജ്ജമായി കഴിഞ്ഞു. കനത്ത സുരക്ഷയുടെ നടുവിലൂടെയാണ് ഡൽഹി കടന്നു പോകുന്നത്. അധികാരം നിലനിർത്താൻ ആം ആദ്മി പാർട്ടിയും 27 വർഷത്തിനു ശേഷം ഭരണത്തിലെത്താൻ BJPയും ശ്രമിക്കുമ്പോൾ തിരിച്ചുവരവിന്റെ പുതുവഴികളാണ് കോൺഗ്രസ് തേടുന്നത്. അതേസമയം പോരാട്ടം കനക്കുമ്പോൾ കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ട് ഡൽഹിയിലെ രാഷ്ട്രീയം 3 നേതാക്കന്മാരിലൂടെ വട്ടം ചുറ്റുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന നാളുകളിലേക്ക് അടുക്കുമ്പോൾ കെജ്രിവാൾ, മോദി, രാഹുൽ ത്രികോണ മത്സരമായി മാറിക്കഴിഞ്ഞു. കെജ്രിവാളിനെ നേരിട്ട് ആക്രമിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പ്രചാരണം സജീവമാക്കുന്നത്. ന്യൂനപക്ഷ മേഖലകളിൽ AAPയേക്കാൾ കൂടുതൽ പിന്തുണ ഇത്തവണ കോൺഗ്രസിന് ലഭിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകളും പുറത്തുവരുന്നത്. ഇത് കോൺഗ്രസ് ക്യാമ്പിൽ വലിയ ആശ്വാസമാണ് സമ്മാനിക്കുന്നത്. കാരണം പ്രചാരണത്തിന്റെ ആദ്യ നാളുകളിൽ മുന്നിലേക്ക് പോയ AAP പിന്നീട് കോൺഗ്രസിന്റെ പോരാട്ട വീര്യത്തിന് മുന്നിൽ മുട്ടുമടക്കുന്നതാണ് കണ്ടത്. ഇതാണ് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ കോൺഗ്രസിന് വലിയ സ്വീകാര്യത നൽകിയത്. അതേസമയം ഡൽഹിയിലെ നിർണായകമായ ഹിന്ദു വോട്ടുകളിൽ കണ്ണുവെച്ചാണ് അരവിന്ദ് കെജ്രിവാൾ സനാതന ധർമ്മ രക്ഷാ പരിപാടികൾ ആരംഭിച്ചത്. ഇത് എക്കാലത്തും ആം ആദ്മി പാർട്ടിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ന്യൂനപക്ഷ വോട്ടുകളിൽ ഇടിവുണ്ടാക്കുമോ എന്നാണ് ഇപ്പോൾ അവർ ആശങ്കപ്പെടുന്നത്. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലും ആം ആദ്മി പാർട്ടി വിജയിച്ചു കയറിയത് മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിലെ വോട്ടിനോടൊപ്പം ഹിന്ദു വോട്ടുകളും നേടിയത് കൊണ്ടാണ്. ഇത്തവണ പ്രധാനമന്ത്രി നേരിട്ടിറങ്ങി ആക്രമിക്കുന്നത് അരവിന്ദ് കെജ്രിവാളിനെയാണ്. ലക്ഷ്യം AAPയുടെ ഹിന്ദു വോട്ടുകൾ കൈപ്പിടിയിൽ ഒതുക്കുക എന്നതാണ്. ന്യൂനപക്ഷ വോട്ടുകൾ പക്ഷേ AAPയിൽ നിന്ന് തട്ടിയെടുക്കേണ്ട അവസ്ഥ കോൺഗ്രസിന് വന്നില്ല. കാരണം അല്ലാതെ തന്നെ കോൺഗ്രസ് പാർട്ടികൾ ഡൽഹിയിൽ AAPയുടെ വോട്ട് ബാങ്കുകളിൽ വിള്ളൽ വീഴ്ത്താൻ സാധിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിമർശനം എക്കാലത്തും കെജ്രിവാൾ നേരിട്ടതാണ്. എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോളോട് തോൾ ചേർന്ന് നടന്ന രാഹുൽ ഗാന്ധിയാണ് 8 മാസം കഴിഞ്ഞപ്പോൾ കടുത്ത പരിഹാസവുമായി എത്തുന്നത്. കെജ്രിവാൾ ജി 2025 ഇങ്ങെത്തി. എപ്പോഴാണ് യമുനയിൽ ഒന്നിറങ്ങി മുങ്ങുന്നത് എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പരിഹാസം നിറഞ്ഞ ചോദ്യം. യമുനയിലെ മാലിന്യത്തിന് ഹരിയാന സർക്കാരിനെ പഴിച്ച കെജ്രിവാളിനെ ഇതിനിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും വിളിച്ചു വരുത്തിയിരുന്നു. ഹരിയാനയാണ് യമുന മലിനമാക്കുന്നത് എന്നാണ് തെളിവുകൾ ഹാജരാക്കാൻ കമ്മീഷന്റെ ആവശ്യം. ഹാജരായ കെജ്രിവാൾ നിലപാട് കടുപ്പിക്കുകയാണ് ചെയ്തത്. ജനുവരി 26-ന് 7 ppm ആയിരുന്ന അമോണിയം ഇപ്പോൾ 2.1 ppm ആയി കുറഞ്ഞതിന്റെ രേഖകളാണ് കെജ്രിവാൾ അവിടെ ഹാജരാക്കിയത്. തെരഞ്ഞെടുപ്പ് കാലത്ത് AAP സർക്കാരിനെതിരെ ജനരോഷം നിറയ്ക്കാൻ ഹരിയാന നടത്തിയ നീക്കമാണ് ജനുവരി 26-ന് കണ്ടത് എന്നായിരുന്നു കെജ്രിവാൾ പറഞ്ഞത്. അധികാരം പിടിക്കാൻ പുഴയിൽ വിഷം കലക്കി എന്ന ആരോപണത്തിൽ കെജ്രിവാൾ ഉറച്ചു നിന്നു. ആ നിലപാടിനെ പരിഹസിക്കുന്നത് പ്രധാനമന്ത്രി മോദി മാത്രമല്ല, കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി കൂടിയാണ്. ഇതോടെ ഡൽഹി അക്ഷരാർത്ഥത്തിൽ ത്രികോണ മത്സരമായി മാറുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നിന്നും ഭിന്നമായി 70-40 മണ്ഡലങ്ങളിലെങ്കിലും നിർണായക ശക്തിയാകുമെന്ന അവകാശവാദമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. എന്തായാലും 3 നേതാക്കന്മാരിൽ ഡൽഹിയുടെ തണുപ്പിൽ ആര് ചിരിക്കുമെന്നറിയാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്നു.